കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മളപ്പോൾ ആക്ച്വലി ഈ സ്തുതിയിലത്തെ ഫസ്റ്റ് ശ്ലോകം ചെയ്തു അല്ലേ? അതായത് 14ാമത്തെ ശ്ലോകം സ്തുതി തുടങ്ങുകയാണ്. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമ പ്രകൃത്യൈ ഭദ്രായൈ നിയതാ പ്രണതാ സ്മ താം. അതാണ് നമ്മൾ ചെയ്യുക. അതായത് നമസ്കാരം പോലെ എങ്ങനെ ഭഗവതിയെ വണങ്ങണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള വന്ദനം ആണ് ആദ്യം ചെയ്തത്. നമസ്കാരം. സർവാത്മന നമ്മൾ ഭഗവതിയെ നമസ്കരിക്കണം. അത് നമ്മൾ പറഞ്ഞുല്ലോ അല്ലേ? അപ്പം ഇനി 15ലേക്ക് അതും കൂടി ചെല്ലാമെന്ന് വിചാരിച്ചു ഞാൻ. കാരണം സ്തുതി തുടങ്ങണതല്ലേ. അപ്പോൾ 14 നമ്മൾ കഴിഞ്ഞു. ഇനി 15 ഞാൻ വായിക്കാം കേട്ടോ. ഇനി ഇതൊക്കെ സ്തുതിയാണ്. വളരെ നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് ശ്ലോകങ്ങളാണ് കേട്ടോ. രൗദ്രായൈ തേ നമോ നിത്യം ഗൗര്यै ധാത്രീ നമോ നമഃ. ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്यै സുഖായൈ സതതം നമഃ. അതായത് ഇപ്പോൾ നിർഗുണയായിട്ടുള്ള ദേവിയെ നമുക്ക് സ്തുതിക്കാൻ വളരെ വിഷമാണ്. കാരണം നിർഗുണസ്വരൂപിണിയായിട്ടുള്ള ദേവി മനസ്സിനും വാക്കിനും ഒക്കെ അതീതാണല്ലോ, ഇന്ദ്രിയങ്ങൾക്കും എല്ലാം അതീതാണ്. അപ്പോൾ നിർഗുണസ്വരൂപിണിയായിട്ടുള്ള ദേവിയെ നമുക്ക് വാഴ്ത്താൻ അല്ലെങ്കിൽ സ്തുതിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ലോ, നിർഗുണമാണല്ലോ. എന്നാൽ ഇനി സഗുണസ്വരൂപിണിയായിട്ടുള്ള സകളസ്വരൂപം ദേവിയെ വർണ്ണിച്ച് വാഴ്ത്താൻ എളുപ്പമാണോ ചോദിച്ചാൽ അതുമല്ല. അതാണ് അപ്പോൾ ഇതിൽ പറയണത്. എന്താ അറിയോ? രൗദ്രായി ചന്ദ്രരൂപിണ്യൈ തേ നമഃ. അതായത് ചിലപ്പോൾ രൗദ്രാണ്, ക്രൂരരൂപിണിയാണ്. ചിലപ്പോഴോ ചന്ദ്രരൂപിണി, നിലാവ് പോലെ സൗമ്യം. ചിലപ്പോഴോ അതാണ് രണ്ടും പറഞ്ഞല്ലോ. രൗദ്രാണ്, രൗദ്രം എന്ന് പറഞ്ഞാൽ ഘോരം അല്ലേ? രൗദ്രരൂപിണിയാണ്. ചന്ദ്രരൂപിണി പറഞ്ഞപ്പോൾ ഇവിടെ സൗമ്യരൂപിണിയാണ്. രണ്ടുമാണ്. അതായത് ഭക്തന്മാരോട് സൗമ്യരൂപിണി, ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവരോട് ദുഷ്ടന്മാരോട് ഘോരരൂപിണി. അങ്ങനെ രണ്ടുമാണ്. അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. എന്താണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ക്രൂരയാണ്, സൗമ്യമാണ്. അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. ചിലപ്പോൾ പുരുഷനാവും. അതായത് ഭഗവതിയുടെ ശക്തി പുരുഷ രൂപത്തിൽ ചിലപ്പോൾ വരാം. അപ്പോൾ പുരുഷനും സ്ത്രീയും ഒക്കെയാണ്. ഒന്നും നമുക്ക് അതുകൊണ്ടാണ് വിഷമാണ് സ്തുതിക്കാൻ എന്ന് പറഞ്ഞത്. ഈവൻ സഗുണസ്വരൂപൈ. പിന്നെ നിത്യം ഗൗര്യൈ ധാത്രൈ നമ. അത് അത്ഭുതമല്ലേ? നിത്യം ഗൗരിയാണ്. ഗൗരി പറഞ്ഞു വെച്ചാൽ എന്നും 8 വയസ്സായുള്ള കുട്ടിയാണ് അത്ര ഗൗരി. നിത്യകന്യകയാണ് അത്ര ഗൗരി. അപ്പോൾ നിത്യകന്യകയായിട്ടുള്ള ഭഗവതിയാണ്. ആ ഭഗവതിക്ക് നമസ്കാരം. എന്നാലോ അതേ സമയം ജഗത്തിൻ്റെ മുഴുവൻ ധാത്രിയാണ്, ജഗത് ധാത്രിയാണ്. എങ്ങനെയപ്പോൾ അതല്ലേ? ജഗത്തിൻ്റെ യൂണിവേഴ്സൽ മദറുമാണ് അല്ലേ? ജഗത് ജനനിയാണ്. അതേ സമയം 8 വയസ്സുള്ള ഗൗരിയാണ്, നിത്യകന്യകയായിട്ടുള്ള ഗൗരിയാണ്. അപ്പോൾ അങ്ങനത്തെ ഗൗരിക്ക് നമസ്കാരം. നിത്യകന്യകയായിട്ടുള്ള എന്നും നിത്യകന്യകയായിട്ടുള്ള ഭഗവതിക്ക് നമസ്കാരം. വളരെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് ജഗത് ജനനിക്ക് നമസ്കാരം. അതാണ് പറഞ്ഞത്, വേണ്ട പോലെ വാഴ്ത്താൻ പറ്റില്ല. കാരണം ക്രൂരയാണ്, സൗമ്യമാണ്, 8 വയസ്സുള്ള നിത്യകന്യകയാണ് എന്നും, അതേസമയം ജഗത് ജനനിയാണ്. അപ്പോൾ എല്ലാവരെയും നമസ്കരിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ രൂപത്തിനും ക്രൂരരൂപിണിക്ക് നമസ്കാരം, സൗമ്യരൂപിണിക്ക് നമസ്കാരം, 8 വയസ്സുള്ള നിത്യകന്യകയായിട്ടുള്ള ഗൗരിക്ക് നമസ്കാരം, ജഗത് ജനനിക്ക് നമസ്കാരം. അതാണ് ഗൗരി ധാത്രി നമോ നമ എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെയോ ജ്യോത്സ്നായൈ നമ. അതായത് ഈ നമ്മൾ സംസാരത്തിൽ ദുരിതം അനുഭവിക്കണവർക്ക് ഒരു പൂനിലാവ് പോലെ ആശ്വാസം തരുന്ന ദേവിക്ക് നമസ്കാരം. അതാണ് അവിടെ ജ്യോത്സ്നായൈ എന്നുള്ളതിന് അർത്ഥം. ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്യൈ സുഖായൈ സതതം നമ. അതായത് ജ്യോത്സ്ന പറഞ്ഞാൽ നിലാവാണേ. അപ്പോൾ ചന്ദ്രരൂപിണിയാണ്. മീൻസ് അതിൻ്റെ അർത്ഥം ശരിക്കും അതാണ്, സുഖായൈ സതതം നമ എന്ന് വെച്ചാൽ എന്താ അർത്ഥം വെച്ചാൽ നമ്മൾ സംസാര ദുഃഖം അനുഭവിക്കുന്നവർക്ക് പിന്നെ എന്താണ്
ഒരു നിലാവ് പോലെ ആശ്വാസം വരുന്നതാണ്. സുഖായേ സത, അതായത് പിന്നെ ജ്യോത്സ്നായേ ചന്ദ്രരൂപിണിയെന്ന് ഒന്നിച്ച് പറയാം. ചന്ദ്രരൂപിണിയായിട്ട് സംസാരത്തിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നിലാവ് പോലെ ആശ്വാസം വരുന്ന ദേവിക്ക് നമസ്കാരം. പിന്നെയോ സുഖായേ സതതം നമ്മ, അതായത് നിർവാണം, അതായത് സുഖായേ സതം, എപ്പോഴും സുഖം എന്താ, ആ സച്ചിദാനന്ദത്തിൽ വർത്തിക്കാൻ സാധിക്കലാണല്ലോ. അപ്പോൾ പരമാനന്ദ, ഒരിക്കലും മങ്ങാത്ത പരമാനന്ദമായ മോക്ഷം തന്നെയാണ് ദേവിയുടെ സ്വരൂപം എന്ന്. അങ്ങനെ അപ്പം സുഖായേ സതതം നമ എന്ന് പറഞ്ഞാൽ മോക്ഷസ്വരൂപിണിയാണ്. മോക്ഷസ്വരൂപിണിക്ക് നമസ്കാരം. അപ്പോൾ എത്ര തരത്തിലായി? അതായത് ക്രൂരരൂപിണി, പിന്നെ സൗമ്യരൂപിണി, പിന്നെ ഗൗരി രൂപിണി, കന്യകാരൂപിണി, ജഗജ്ജനനി രൂപിണി, പിന്നെ ചന്ദ്രരൂപിണിയായിട്ട് നമുക്ക് ആശ്വാസമുള്ളത് ചന്ദ്രരൂപിണി, പിന്നെ സുഖായേ സതതം നമ, സതതം സുഖായേ, എപ്പോഴും സുഖം തരുന്നത് ആരാണ്? മോക്ഷത്തിലല്ലേ, ആ മോക്ഷസ്വരൂപിണിയാണ്. അങ്ങനെയല്ല എല്ലാ ദേവിമാർക്കും നമസ്കാരം. എത്ര നല്ല സ്ഥിതിയാണല്ലേ, ശരിയല്ലേ? ദേവിയെ എങ്ങനെ ഭജിക്കേണ്ടെന്ന് നിശ്ചയില്ല. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്, ആ വിധത്തിലുള്ള എല്ലാ ദേവിമാരെയും നമസ്കരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് ഭക്തന്മാർക്ക് വളരെ സൗമ്യമാണേ, ദുഷ്ടന്മാർക്കുള്ളൂ രൗദ്രം. അപ്പോൾ രണ്ട് വശവും നമസ്കരിക്കുകയാണ്. അങ്ങനെയാണേ, അതായത് അമ്മയാണ്, അതേ സമയത്ത് കന്യകയാണ്, അല്ലേ? അതേപോലെ സമയത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക്, അതായത് ഈ വേൾഡ്ലി കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും ആശ്വാസം തരും. മാത്രമല്ല മോക്ഷസ്വരൂപിണിയാണ്, അല്ലേ? അങ്ങനത്തെ എല്ലാ ദേവിക്കും നമസ്കാരം. വളരെ നല്ലതല്ലേ? ഇനി 15 വായിച്ച് 16ലേക്ക് പോവാം. രൗദ്രായൈ തേ നമോ നിത്യം, ഗൗര്യൈ ധാത്രീ നമോ നമ, ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്യൈ, സുഖായൈ സതതം നമ. സതതം സുഖം എപ്പോഴാണുള്ളത്? എപ്പോഴും സുഖം. മറ്റത് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ലോകത്തിലൊക്കെ അനിത്യമസുഖം ലോകം, അല്ലേ? ലോകത്തിൽ സുഖങ്ങളൊന്നും നിത്യമല്ല. അപ്പം നിത്യസുഖം തരുന്നത് മോക്ഷസ്വരൂപിണിയായിട്ടുള്ള ദേവി. ഇനി 16 വായിക്കാം. കല്യാണ്യൈ പ്രണതാർത്ഥിഘ്നൈ, ത്രൈവിക്രമ്യൈ നമോ നമ, നേരുത്യൈ ഭൂഭൃതാം ലക്ഷ്മി, ശർവാണ്യൈ തേ നമോ നമ. ഓരോ വാക്കിനും വളരെ അർത്ഥം പറയേണ്ട ഈ ഇത് പഠിച്ച് വ്യാഖ്യാനിച്ചവരൊക്കെ കല്യാണി നമാണ്. കല്യാണി എന്നുള്ള വാക്കിന് ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ ഈ രോഗവും ദുഃഖവും അകറ്റി നമുക്ക് മംഗളം, വെറുതെ മംഗളം അല്ല എന്ന് മാത്രമല്ല അത്രേ. ശരിക്കും നമ്മളൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം എന്നുള്ള അർത്ഥമാണല്ലോ നമ്മൾ എപ്പോഴും എടുക്കുക. പക്ഷേ ശരിക്കും പറയാച്ചാൽ നമുക്കുള്ള എല്ലാ ദുഃഖവും എല്ലാ രോഗങ്ങളും അകറ്റി നമുക്ക് മംഗളമരുളുന്ന ദേവി എന്നർത്ഥം ഉണ്ടാകുന്ന കല്യാണിക്ക്. അങ്ങനെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും അകറ്റി മംഗളമരുന്ന കല്യാണി രൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. കല്യാണ്യൈ. പിന്നെയോ പ്രണതാർത്ഥിഘ്നൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആരാണ് നമിക്കുന്നവരുടെ, ഭഗവതിയെ നമിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖത്തെ നിശേഷം മാറ്റുന്നവൾ, അതാണ് പ്രണതാഗ്നിഘ്നൈ നമാണ്. നമിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖത്തെയും പാപത്തെയും നിശേഷം അകറ്റുന്ന ദേവിക്ക് നമസ്കാരം. അതാണ് പ്രണതാർത്ഥി. പ്രണതാർത്ഥി എന്ന് പറഞ്ഞാൽ പ്രണത ആർത്തി, അവരുടെ ദുഃഖത്തിനെ അകറ്റും. അതായത് നമിക്കുന്നവരുടെ ദുഃഖത്തെ. ഇപ്പം നമ്മൾ കൃഷ്ണായ വാസുദേവായാലും അങ്ങനെയാണല്ലോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ, നമസ്കരിക്കുന്നവരുടെ ക്ലേശത്തെ. അതേപോലെ തന്നെയാണ് പ്രണതാർത്ഥിഘ്നൈ എന്ന് പറഞ്ഞത്. അതായത് നമിക്കുന്നവരുടെ ആർത്തി, ദുഃഖത്തിനെ പാപത്തിനെ എല്ലാം മാറ്റുന്ന ദേവിക്ക് നമസ്കാരം. ആദ്യത്തെ ശോകവും രോഗവും മംഗളം നൽകുന്ന ദേവിക്ക് നമസ്കാരം. ഇതിൽ നമിക്കുന്നവരുടെ ദുഃഖത്തെ മാറ്റുന്ന ദേവിക്ക് നമസ്കാരം. ഇനി ത്രൈവിക്രമ്യൈ നമോ നമ. ആരാ ത്രിവിക്രമൻ? വാമനൻ, അല്ലേ? അപ്പോൾ എന്താ ഇപ്പോൾ ഇതിൽ ത്രൈവിക്രമ്യൈ നമോ നമ എന്ന് പറയാൻ കാരണം വെച്ചാൽ, അതായത് ഈ വാമനമൂർത്തിയുടെ ഉള്ളിലത്തെ, അല്ലെങ്കിൽ വാമനമൂർത്തിയുടെ ശക്തിയായിട്ട്, വിഷ്ണുമായ എന്ന് പറയണ പോലെ വാമനമൂർത്തിയുടെ
ശക്തിയായിട്ട് നിന്നിട്ട്, അതായത് സരസ്വതി രൂപത്തിൽ നിന്നിട്ട് എന്താ ചെയ്തത്? മഹാബലിയെ ദാനത്തിന് പ്രേരിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു അസുരനാണല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ശുക്രാചാര്യർ വേണ്ട പറഞ്ഞിട്ടും ഞാൻ പ്രോമിസ് ചെയ്തത് ഈ ബ്രാഹ്മണന് കൊടുക്കുക തന്നെ ചെയ്യുന്ന വിഷ്ണു ആണെന്ന് അറിയാതെയാണല്ലോ ആദ്യം എന്താ വേണ്ട തരാമെന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെ വിഷ്ണു എന്ന് അറിഞ്ഞപ്പോഴും അതൊന്നും മാറിയില്ലല്ലോ. അപ്പോൾ ആ നല്ല ബുദ്ധി, ആ ദാനം ചെയ്യാനുള്ള ബുദ്ധി നൽകിയത് ആരാണ്? ബുദ്ധിസ്വരൂപിണിയാണ്. പക്ഷേ ത്രിവിക്രമൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള, അതുകൊണ്ടാണ് ത്രൈവിക്രമിയെ പറഞ്ഞത്. ത്രിവിക്രമൻ്റെ ഉള്ളിലത്തെ ബുദ്ധി സ്വരൂപിണിയായി നിന്ന്, ത്രിവിക്രമൻ്റെ ത്രിവിക്രമൻ്റെ അതായത് വാമനമൂർത്തിയുടെ ബുദ്ധിസ്വരൂപിണിയായിട്ടുള്ള ശക്തിയായി നിന്ന് ആരെ? ഈ പിന്നെ മഹാബലിയുടെ ബുദ്ധിയെ ദാനത്തിന് വേണ്ടി പ്രേരിപ്പിച്ച ആ ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം എന്നൊക്കെയാണ്. അല്ലെങ്കിൽ ത്രൈവിക്രമി എന്ന് പറയുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ത്രിവിക്രമനാണല്ലോ ഭഗവാൻ. ആ ത്രിവിക്രമൻ്റെ ശക്തിയായിട്ട് വർത്തിച്ചിട്ട് ബുദ്ധിരൂപിണിയായിട്ട് മഹാബലിക്ക് ദാനം ചെയ്യാൻ തോന്നിച്ചു. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. പിന്നെന്താ? ത്രൈവിക്രമി നേരൃത്യൈ. നേരൃതി പറഞ്ഞാൽ ആരറിയോ? ജ്യേഷ്ഠാഭഗവതിയാണ്. നേരൃതി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാഭഗവതിയായിട്ട് വാഴണ, അതായത് ശ്രീഭഗവതി ഇല്ലാത്തോടത്തൊക്കെ ശ്രീഭഗവതി ഇല്ലാത്തടത്തൊക്കെ ജ്യേഷ്ഠാഭഗവതിയാണ് അത്ര ഉള്ളത്. നമ്മൾ ചേട്ടാഭഗവതി എന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും ഏടത്തിയായിട്ടുള്ള ഭഗവതി എന്ന്, അതായത് ശ്രീഭഗവതി ഇല്ലാത്തടത്തൊക്കെ ഉള്ള നേരൃത്തി എന്ന് പറഞ്ഞാൽ അതാണ് അത്ര. നേരൃത്തി പിന്നെ എന്താണ് നമോ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠാഭഗവതിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. പിന്നെ ഭൂഭൃതാം ലക്ഷ്മി നവാന്ന്, അതായത് ഭൂഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണ്. ഭൂമിയെ ഭരിക്കുന്നവരാരാ? രാജാക്കന്മാർ. രാജാക്കന്മാരുടെ ഐശ്വര്യലക്ഷ്മിയാണ്. അങ്ങനത്തെ രാജാക്കന്മാരുടെ ഐശ്വര്യലക്ഷ്മിയായും വർത്തിക്കുന്ന ദേവിക്ക് നമസ്കാരം. അതായത് ജ്യേഷ്ഠാഭഗവതിയായിട്ട് ആവണഭഗവതിക്കും നമസ്കാരം. വേറൊരു വ്യാഖ്യാനത്തിൽ ഈ നേരുതിക്ക് പിന്നെ എന്താണ് അസുരശക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ശ്രീഭഗവതി ഇല്ലാത്ത വെച്ചാൽ അവിടെ ശ്രീ ഇല്ലാത്ത ദിക്കിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അസുരശക്തി എന്ന് പറയാം, അല്ലെങ്കിൽ ജ്യേഷ്ഠാഭഗവതി തന്നെയാണ് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും നേരുതി ജ്യേഷ്ഠാഭഗവതിക്ക് നമസ്കാരം. പിന്നെ രാജാക്കന്മാരിലെ ഐശ്വര്യലക്ഷ്മിയായിട്ട് രാജ്യലക്ഷ്മിയായിട്ട് വർത്തിക്കുന്ന ഭഗവതിക്ക് നമസ്കാരം. പിന്നെ ശർവാണ്യൈ തേ നമഃ, നമോ നമഃ. എന്താ അറിയോ? ശർവതീച്ച എന്താ അറിയോ? സംഹരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സകല ജീവികളെയും സംഹരിക്കുന്നത് ആരാ? സംഹാരരുദ്രൻ. ആ രുദ്രൻ്റെ ശക്തിയായിട്ട്, ആ സംഹാരരുദ്രൻ്റെ ശക്തിയാണ് നമ്മൾ ശർവാണി പറയുന്നത്. ശിവൻ എല്ലാ ഈശ്വരന്മാരുടെയും ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ്. നമ്മളിപ്പോൾ വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണുമായ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, വിഷ്ണു ശക്തി. അതാണ് ഇപ്പോൾ പിന്നെ മഹാബലിക്ക് ദാനബുദ്ധി കൊടുത്തതേ, വിഷ്ണുവിൻ്റെ ശക്തിയായി നിന്നിട്ട്. പിന്നെ ഈ ശർവാണി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ശിവൻ സംഹാരരുദ്രനായിട്ട് ഉള്ള സമയത്ത്, എപ്പോഴും ശിവൻ സംഹാരരുദ്രനല്ലല്ലോ, സംഹരിക്കേണ്ട സമയം വരുമ്പോൾ മാത്രമേ സംഹാരരുദ്രനാവുള്ളൂ. അല്ലാത്തപ്പോൾ സാത്വികനാണല്ലോ, മംഗള സ്വരൂപനാണല്ലോ. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ മംഗളാണ് അല്ലേ. അപ്പോൾ സംഹാരരുദ്രനായിരിക്കുന്ന സമയത്ത് ആ രുദ്രൻ്റെ ശക്തിയായിട്ട് വർത്തിക്കുന്ന ദേവിയാണ് ശർവാണി. കാരണം ശർവതി പറഞ്ഞു വെച്ചാൽ സംഹരിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് ശർവാണി എന്ന് പറഞ്ഞാൽ സംഹാരരുദ്രൻ്റെ ശക്തിയായിട്ട് വർത്തിക്കുന്ന ആ ദേവിക്ക് നമസ്കാരം. അതായത് സർവ്വജീവികളെയും സംഹരിക്കുന്ന രുദ്രൻ്റെ ശക്തിയും ആണ് ആര്? ശർവാണി എന്ന ദേവി. അങ്ങനത്തെ ശർവാണിക്ക് നമസ്കാരം, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ കല്യാണിയെ പ്രണതാർത്ഥിഗ്നി, അതെ, കല്യാണി എന്ന് പറഞ്ഞാൽ ശോകദുഃഖങ്ങൾ അകറ്റുന്നത്, പ്രണതാർത്ഥി നമസ്കരിക്കുന്നവരാർത്തിയെ അകറ്റുന്നത്, ത്രൈവിക്രമ്യെ വിഷ്ണു ശക്തിയായി ദാനബുദ്ധി ബലിക്ക് കൊടുത്തത്, അതുകൊണ്ടാണ് ത്രൈവിക്രമ്യെ പറഞ്ഞത്. പിന്നെ നേരുത്തി
ജ്യേഷ്ഠ ഭഗവതിക്ക് നമസ്കാരം. ഭൂഭൃതാം ലക്ഷ്മിയും ഐശ്വര്യലക്ഷ്മി രാജലക്ഷ്മിക്ക് നമസ്കാരം. പിന്നെ ഈ സംഹാരരുദ്രൻ്റെ ശക്തിയായി വാഴുന്ന ശർവാണിക്ക് നമസ്കാരം. അത്രയാണ് പറഞ്ഞത് അല്ലേ. 16 വായിച്ച് ഞാൻ 17ലേക്ക് പോവാം. കല്യാണ്യൈ പ്രണതാർത്ഥിഘ്നൈ ത്രൈവിക്രമ്യൈ നമോ നമ നേരത്യൈ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമ. ഇനി ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. നമ്മൾ ദുർഗാന്ന് എപ്പോഴും ഉപയോഗിച്ചിട്ടോ ഇല്ലേ. അതിൻ്റെ അർത്ഥം ശരിക്കും പറയാച്ചാൽ എന്താ വെച്ചാൽ ദുർഗായ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഭക്തന്മാർക്ക് പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ള രൂപത്തോടു കൂടിയ ദേവിക്ക് നമസ്കാരം. ദുർഗ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കോട്ട എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ഈ കോട്ട കെട്ടുക, ഇപ്പോൾ രാജാക്കന്മാർക്കൊക്കെ ശത്രുക്കളെ ആക്രമിക്കാൻ വരാണ്ടിരിക്കാൻ വേണ്ടി കോട്ട കെട്ടുകയൊക്കെ ചെയ്യുമല്ലോ 4 പുറം അല്ലേ. എന്നുവെച്ചാൽ ഒരു ഇതായിട്ട് അങ്ങോട്ട് കടക്കാൻ ആർക്കും പറ്റാത്ത വിധത്തിൽ. അപ്പോൾ ദുർഗം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദുർഗ എന്നുള്ള പേര് വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വരാം എന്ത്, ഭക്തന്മാർക്ക് പ്രാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ ദേവിക്ക് നമസ്കാരം. എന്നാൽ പ്രാപിക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള സ്വരൂപിണിയായിട്ടുണ്ട്. ദുർഗാ സ്വരൂപിണിയാണെങ്കിൽ കുറച്ച് പ്രാപിക്കാൻ വിഷമാണ് എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ ഇതിലെ. അതായത് ഭക്തന്മാർക്ക് പ്രാപിക്കാൻ കുറച്ച് പ്രയാസത്തോടു കൂടിയ രൂപമുള്ള അവിടേക്ക് നമസ്കാരം, അങ്ങനെ ഒരു രൂപമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനത്തെ ദുർഗായൈ നമ. പിന്നെയോ പിന്നത്തെ കേൾക്കാം ദുർഗപാരായൈ നമ. എന്നാലോ ഈ ഇങ്ങനെ പ്രാപിക്കാൻ വിഷമാണ് ദേവി എന്ന് പറഞ്ഞു, അങ്ങനത്തെ ദേവിയാണ്. അതേസമയം ദുർഗപാരായിയാണ്. അതായത് കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഈ സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ സഹായിക്കുന്ന ദേവിയാണ്. ദുർഗ പാരായയും ആണ്. ദുർഗം കെട്ടിയിട്ട് നമുക്ക് പ്രാപിക്കാൻ വിഷമമുണ്ടാക്കി തീർക്കണതുമാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്. എന്താ, നമുക്ക് ഈ സംസാര സാഗരത്തിനെ കടക്കാനുള്ള എല്ലാ ദുർഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അകറ്റുന്ന ദേവിയാണ്. രണ്ടുമാണ്. ദുർഗായൈ നമ, ദുർഗപാരായൈ നമ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ ദേവിയാണ്. അതായത് വളരെ മായയിൽ കടന്ന് കളിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതുകൊണ്ടാണത് നമുക്ക് മായ കൊണ്ട് മോഹിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കണതും ദേവിയാണ്. മായയെന്ന് നമുക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്നതും ദേവിയാണ്. രണ്ടും ദേവിയാണ്. അങ്ങനത്തെ 2 ദേവിമാർക്കുമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ദുർഗായൈ ദുർഗപാരായൈ നമ. അപ്പം നമ്മളെ മായാമോഹിതമാക്കണം ദേവിയാണ്. അതാണ് ശരിക്കും അർത്ഥം അവിടെ. പിന്നെ ദുർഗപാരായൈ നമ്മളെ ദേവിനെ നമ്മളെ സഹായിക്കും. ദേവിയെ ആശ്രയിച്ചാൽ ഈ മായാസമുദ്രം കടക്കാനും. അതാണ് അതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ സാരായൈ, അതായത് സാരായൈ നമ, അതായത് എല്ലാവരുടെയും ആഗ്രഹം നമ്മൾ തന്നെ അറിയാണ്ട് ആരിലേക്കൊഴുകുന്നുവോ ആ ഭഗവതിയാണ് സാരായ എന്ന് പറഞ്ഞത്. അതായത് ആശാപൂർണ രൂപിണി. നമ്മുടെ എല്ലാവരുടെയും ആശ ആരിലേക്കൊഴുകുന്നു എന്നിട്ട് ദേവി അനുഗ്രഹിച്ചാൽ ആശ നമ്മൾക്ക് ആശ ഫലിക്കണു, അല്ലെങ്കിൽ ആശയ്ക്ക് ഫലം ഉണ്ടാവണു. അങ്ങനത്തെ ദേവിയാണ്. അതാണ് സാരായൈ നമ എന്ന് പറഞ്ഞത്. അതായത് എല്ലാവരുടെയും ആഗ്രഹം ഭഗവതിയിലേക്കാണ് ഒഴുകുന്നത്. മീൻസ് ആത്യന്തികമായിട്ട് അവരുടെ മുഴുവനെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നവളാണ്. അതുകൊണ്ടാണ് ആശാപൂർണ രൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് സാരായൈ എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെയോ സർവകാരുണ്യൈ, അതിൻ്റെ അർത്ഥം എന്താ, എല്ലാറ്റിനും കാരണമായിട്ടുള്ളത് അല്ലേ. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ ദേവിയുടെ 3 ഗുണങ്ങളല്ലേ അല്ലേ. ദേവിയുടെ 3 ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. ബ്രഹ്മാവ് രജോ ഗുണം എടുത്തിട്ട് സൃഷ്ടി നടത്തുന്നു. വിഷ്ണു ഭഗവാൻ സാത്വഗുണം എടുത്തിട്ട് പാലനം നടത്തുന്നു, പരിപാലിക്കുന്നു. ശിവൻ തമോ ഗുണം
ഈ ദേവിയുടെ തമോ ഗുണം എടുത്തിട്ട് സംഹരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. സർവകാരിണ്യെ, എല്ലാറ്റിനും കാരണഭൂതയായിട്ടുള്ള ആ ദേവിക്ക് നമസ്കാരം. പിന്നെയോ ഖ്യാത്യൈ തഥാ ഏവ ധൂമ്രായൈ കൃഷ്ണായൈ സതതം നമ. അതെന്താ അറിയോ? ഖ്യാതി പറഞ്ഞാൽ പ്രസിദ്ധി എന്നാണല്ലോ അർത്ഥം, അല്ലേ? നല്ല നമ്മൾ പറയൂല വിഖ്യാതമാണ് എന്നൊക്കെ പറയൂല. ഖ്യാതി പറഞ്ഞാൽ എന്താ? നല്ല പ്രശസ്തി എന്നാണ്. പ്രശസ്തി എപ്പോഴും എങ്ങനെയാ വെച്ചാൽ ഈ നിലാവിനോട് ഉപമിക്കും. അങ്ങനൊരു കഥയൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ഈ എന്താ വിശ്വാമിത്രൻ്റെയും വസിഷ്ഠൻ്റെയും ഒരു കഥയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഉണ്ട് അങ്ങനെ വിശ്വാമിത്രൻ്റെ പ്രശസ്തിയെ ഈ നിലാവിനോട് ഉപമിക്കാം എന്ന് അരുന്ധതിയോട് പറയുക. അത് കേട്ടിട്ടാണ് വിശ്വാമിത്രൻ വരണത്. അങ്ങനെയൊക്കെ കഥ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഖ്യാതി പ്രശസ്തി നമ്മൾ നിലാവിനോട് ഉപമിക്കും. അതായത് വെളുപ്പ്, സാത്വികം ആയിട്ടുള്ളതൊക്കെ നമ്മൾ വെളുപ്പ് എന്നുള്ള കളർ കൊണ്ടാണ് എപ്പോഴും പറയുക. ശുഭ്രമായിട്ടുള്ള, അതായത് ശരിക്കും വെള്ള കളറിനാണ് നമ്മൾ സാത്വികത കാണിക്കുന്നത് സ്വതേ പതിവ്. പിന്നെ രജോ ഗുണത്തിനെ ചോപ്പോണ്ടാണ്, അതാണ് ധൂമ്രം എന്ന് പറഞ്ഞത്. പിന്നെ കൃഷ്ണായ എന്ന് പറഞ്ഞില്ലേ, അത് തമോ ഗുണത്തിനെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ സാത്വിക സ്വരൂപിണിയായും രജോ ഗുണസ്വരൂപിണിയായും തമോ ഗുണസ്വരൂപിണിയായും വർത്തിക്കുന്ന ഭഗവതിക്ക് നമസ്കാരം എന്നാണ് ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ എന്നുള്ളതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അതായത് എപ്പോഴും ഈ പ്രശസ്തി പിന്നെ നിലാവിനോട് ഉപയോഗിക്കുക. അപ്പം നിലാവ് വെളുത്തതാണല്ലോ, ഇരുട്ടല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ 3 ഖ്യാത്യൈ എന്നുള്ളത് സത്വഗുണസ്വരൂപിണി, പിന്നെ ധൂമ്രായ എന്നുള്ളത് രജോ ഗുണസ്വരൂപിണി, കൃഷ്ണായ എന്നുള്ളത് തമോ ഗുണസ്വരൂപിണി. അങ്ങനെ 3 തരത്തിലുള്ള ദേവിക്കും, അതായത് സത്വഗുണസ്വരൂപിണിക്കും രജോ ഗുണസ്വരൂപിണിക്കും തമോ ഗുണസ്വരൂപിണിക്കും ആയ ദേവിക്ക് നമസ്കാരം എന്നാണ് അപ്പോൾ ഈ 17 പറഞ്ഞത് കേട്ടോ. എത്ര നമുക്ക് വളരെ ഫെമിലിയർ ആണെങ്കിൽ അതിൽ കുറേ അർത്ഥമുണ്ട്. അപ്പോൾ ദുർഗ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ മായാമോഹിതരാക്കിയിട്ട് നമുക്ക് ഭഗവതിയെ പ്രാപിക്കാൻ വിഷമം ഉണ്ടാക്കുക, അത് ദുർഗ പാരായി പറഞ്ഞാൽ നമ്മളെ സഹായിച്ചിട്ട് ഈ മായാസമുദ്രത്തിന് കടക്കാൻ സഹായിക്കുന്നത്, അല്ലേ? സാരായി എന്ന് പറഞ്ഞല്ലോ നമ്മൾ, അതായത് എല്ലാ ആശാപൂർണ സ്വരൂപിണിയാണത്. പിന്നെ സർവകാരുണ്യ സൃഷ്ടി സംഹാരങ്ങളൊക്കെ കാരണം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ സത്വഗുണസ്വരൂപിണി രജോ ഗുണസ്വരൂപിണി തമോ ഗുണസ്വരൂപിണിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമ. അതായത് ദേവി ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, തമോ ഗുണം എടുത്തിട്ടാണ് നമ്മൾ മധുകൈടഭന്മാരെ കൊന്നത്, അല്ലേ? രജോ ഗുണം എടുത്തിട്ടാണ് മഹിഷാസുരനെ കൊന്നത്. ഇനിയിപ്പം സുംഭസന്മാരെ കൊല്ലാൻ പോണത് സത്വഗുണം എടുത്തിട്ടാണ്. അപ്പം അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ ദേവിക്ക് അതൊക്കെ ചെയ്യാമെന്നർത്ഥം. ഇനി അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ ഭൂത്യൈ നമോ നമ. അതും കൂടിയും ചെയ്യാം കേട്ടോ. അതിസൗമ്യാതിരൗദ്രായൈ തസ്യൈ നതാഹ നമ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഭക്തന്മാരോട് വളരെ സൗമ്യം, ഭക്തന്മാരെ ഉപദ്രവിക്കുന്ന ഈ അസുരന്മാരെ പോലെ ഉള്ള ദുഷ്ടന്മാരിൽ ഭയങ്കര ക്രൂരയാണ്. അത് അത് രൗദ്രയാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെ. അങ്ങനത്തെ ഭഗവതിക്ക് നമസ്കാരം. പിന്നെയും ഒന്നും കൂടി വേറൊരു തരത്തിൽ പറയണമെന്ന് മാത്രം. പിന്നെ ജഗത് പ്രതിഷ്ഠായൈ നമാന്ന്, അതായത് ജഗത്തിൻ്റെ മുഴുവൻ ആധാരമായ ദേവിക്ക് നമസ്കാരം. അതായത് ജഗത്തിൻ്റെ മുഴുവൻ ആധാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഗുണങ്ങളിൽ നിന്നാണ് ഉണ്ടാവണത്. ഗുണങ്ങൾ മായയുടെ ഉള്ളിലാണല്ലോ, യോഗമായയുടെ ഉള്ളിലല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ. ജഗത് പ്രതിഷ്ഠായൈ നമ പറഞ്ഞാൽ ജഗത്തിൻ്റെ മുഴുവൻ ആധാരമായ ദേവിക്ക് നമസ്കാരം. പിന്നെയോ ദേവി നമ. ദേവി എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശ സ്വരൂപിണിയായി ദേവിക്ക് നമസ്കാരം. പിന്നെയോ ഭൂത്യൈ നമ. സമ്പത്ത്, അതായത് ധനലക്ഷ്മിക്ക് നമസ്കാരം എന്നാണ് ഭൂത്യൈ നമ എന്ന്. സമ്പത്പ്രദയാണ്, അതായത് ധനം നൽകുന്നതാണ് ഭൂത്യൈ നമ എന്ന്. അതാണ് ഇത് എളുപ്പമാണ്. അതായത് സൗമ്യരൂപിണിക്ക് നമസ്കാരം, രൗദ്രരൂപിണിക്ക് നമസ്കാരം, പിന്നെ ജഗത്തിൻ്റെ ആധാരഭൂതയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം, ജഗതാധാരഭൂതയായിട്ടുള്ള ദേവിക്ക്. പിന്നെയോ
പ്രകാശസ്വരൂപിണിയായിട്ട് ദേവിക്ക് നമസ്കാരം. ഭൂത്യ എന്ന് പറഞ്ഞു, ധനലക്ഷ്മി, ധനം നൽകുന്ന, ധനത്തെ എല്ലാവർക്കും നൽകുന്ന ധനലക്ഷ്മി രൂപിണിക്ക് നമസ്കാരം. അത്രയേ ഉള്ളൂ അതിൽ കേട്ടോ. ഇനി ഒന്നും കൂടി ചെയ്യാൻ സമയമുണ്ടോ എനിക്കറിയില്ല, ഇല്ല അതുകൊണ്ട് കേട്ടോ. അതിസൗമ്യാതിരൗദ്രായ, അതിലൊക്കെ കുറേ പറയാനുണ്ടായിരുന്നു. ഓരോ വാക്കുമ്പോൾ നമുക്ക് മുഴുവൻ ഓർമ്മിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്തുതി ചെല്ലുമ്പോഴേ ചിലതെങ്കിലും നമുക്ക് ഓർമ്മയിൽ വരുമല്ലോ അല്ലേ. അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമ, നമോ ജഗത് പ്രതിഷ്ഠായൈ ദേവ്യൈ ഭൂത്യൈ നമോ നമ. അപ്പോൾ 18 കഴിഞ്ഞിട്ട് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.